എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ വീഡിയോ ഇന്നലത്തെ ഓർമ്മകളെക്കുറിച്ചാണ്. നമ്മിൽ പലരും നമ്മുടെ സ്വന്തം സ്ഥലത്തായിരിക്കില്ല സെറ്റിലായിരിക്കുന്നത്. മറ്റ് സ്റ്റേറ്റിലോ അല്ലെങ്കിൽ പുറം രാജ്യത്തോ ആയിരിക്കും. അതിലും മോസ്റ്റ്ലി ഉള്ള ആൾക്കാർ അവിടെ തന്നെ സെറ്റിലാകുന്നു. അവർ ഒരു അതിഥികളെപ്പോലെ ഏതെങ്കിലും ഒരു 2 വർഷമോ 3 വർഷമോ കഴിഞ്ഞാൽ സ്വന്തം നാട്ടിൽ വരുന്നു, അവർ തിരിച്ചു പോകുന്നു. ആ ഒരു വിവാഹം കഴിച്ച് അവർ സെറ്റിലാകുന്ന ആ സ്ഥലത്തിൻ്റെ സംസ്കാരമനുസരിച്ച്, അവിടുത്തെ കൾച്ചർ അനുസരിച്ച് കുഞ്ഞുങ്ങൾ വളരുന്നു. ഒരുപക്ഷെ തികച്ചും വ്യത്യസ്തമായിരിക്കും നാം ജനിച്ചു വളർന്ന നമ്മുടെ നാട്ടിൻ്റെയും നമ്മുടെ സംസ്കാരത്തിൻ്റെയും നേരെ വിപരീതമായ രീതിയിലുള്ള സംസ്കാരവും ജീവിതശൈലിയുമായിരിക്കും. അത് നമുക്ക് ആർക്കും ഒന്നും മാറ്റിത്തിരിക്കാൻ പറ്റില്ല. കാരണം അത് കാലം നമ്മളെ മാറ്റിക്കൊണ്ടുപോകുന്നതാണ്. അത് നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. എന്നാൽ നാം പ്രധാനമായിട്ട് ചെയ്യേണ്ടത്, സാധിച്ചാൽ 2 വർഷത്തിലോ 3 വർഷത്തിലോ ഒരിക്കൽ കുടുംബമായി നമ്മുടെ ജനിച്ചു വളർന്ന നാട്ടിൽ വന്ന് നമ്മുടെ നാട്ടിനെയും നമ്മുടെ ബന്ധുജനങ്ങളെയും നമ്മുടെ സുഹൃത്തുക്കളെയും നമ്മുടെ പരിസരങ്ങളെയും നാം പഠിച്ച സ്കൂളും നാം പഠിച്ച കോളേജിനെയൊക്കെ കുറിച്ചെല്ലാം ഒരു ഓട്ടോ പ്രദർശനം നടത്തുന്നത് നന്നായിരിക്കും. അതിനുള്ള വിവരങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് നന്നായിരിക്കും. കാരണം നമ്മുടെ അവസാന നാളുകൾ എവിടെയായിരിക്കുമെന്ന് അറിയില്ല. ഇതിൽ ഒരു ചിലരുണ്ട്, അവരുടെ അവസാന നാളുകൾ അവരുടെ സ്വന്തം സ്ഥലത്തിനായിരിക്കണമെന്ന് പ്ലാൻ ചെയ്യുന്നവർ. അവർ അതിനുള്ള സംവിധാനം ഒരുക്കിയിരിക്കും. എന്നാൽ കുട്ടികൾ വർക്ക് ചെയ്യുന്നത് അവരുടെ സൗകര്യപ്രദമായ സ്ഥലത്തായിരിക്കും. അവർക്ക് നാട്ടിൽ വന്ന് നമ്മുടെ ഇവിടുത്തെ കൾച്ചർ അനുസരിച്ച് ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളവരായിരിക്കും. എന്നാൽ പല ആൾക്കാരും അവർ പുറം രാജ്യത്ത് ജീവിച്ചാലും മാതാപിതാക്കളുടെ സംസ്കാരത്തെക്കുറിച്ചും നാട്ടിനെക്കുറിച്ചും ബന്ധുക്കളെക്കുറിച്ചും എല്ലാ വിവരങ്ങളെക്കുറിച്ചും കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. അവരെ മലയാളം ഭാഷ പഠിപ്പിക്കാറുണ്ട്, സംസാരിപ്പിക്കാറുണ്ട്. അങ്ങനെ പലരുമുണ്ട്, ഞാൻ അറിയുന്ന പലരുമുണ്ട്. വർഷത്തിലൊരിക്കൽ തീർച്ചയായിട്ടും കുട്ടികൾ വെക്കേഷനായാൽ അവരെ നാട്ടിൽ കൊണ്ടുവന്ന് അവർ ഒന്ന് കണ്ടുപോകുന്ന ഒരു സമ്പ്രദായമുണ്ട്. എന്നാൽ ഇതിനൊന്നും സാധിക്കാത്ത മറ്റൊരു കൂട്ടരുമുണ്ട്. ഒരു പക്ഷേ അവർക്ക് വർഷത്തിലൊരിക്കൽ വരാൻ പറ്റില്ല, പല ബുദ്ധിമുട്ടുകൾ കാണുമായിരിക്കും. ഒരുപക്ഷെ സാമ്പത്തിക ക്ലേശമായിരിക്കാം, അല്ലെങ്കിൽ പല സാഹചര്യങ്ങളും. എങ്കിൽ തന്നെയും അങ്ങനെയുള്ള സുഹൃത്തുക്കൾ ചെയ്യേണ്ട ഒരു കാര്യം, വല്ലപ്പോഴും നിങ്ങൾക്കുറിച്ച് ഒരു മാനസിക സ്വസ്ഥത കിട്ടാൻ വേണ്ടി, മാനസികമായി കുറച്ച് സന്തോഷമുണ്ടാകും, ഒരു ഫ്രഷ്നപ്പ് ഉണ്ടാകാൻ പോയ കാലങ്ങളെക്കുറിച്ച് തനിച്ചിരുന്നൊന്ന് ചിന്തിക്കണം. സ്കൂളിൽ പഠിച്ച കാലം, ഹൈസ്കൂളിൽ പഠിച്ച കാലം, കോളേജിൽ പഠിച്ച കാര്യം, സുഹൃത്തുക്കളുമായി കാണിച്ച കുസൃതിത്തരങ്ങൾ, നമ്മുടെ ഏറ്റവും ആത്മാർത്ഥമായി ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെക്കുറിച്ചും അവരെ ഇപ്പോഴൊരു അറിവില്ലായിരിക്കും, അവരൊക്കെ എവിടെയായിരിക്കും, അതിനെക്കുറിച്ച് ആ ഒരു ലോകത്തേക്കൊന്ന് ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും. എപ്പോഴും ചിന്തിക്കണം. ഒപ്പം നമ്മുടെ ബന്ധുജനങ്ങളെക്കുറിച്ച്, നാം കാട്ടിക്കൂട്ടിയ ചില കുസൃതിത്തരങ്ങളെക്കുറിച്ച്, ഇതൊക്കെ ഓർമ്മയുള്ള നല്ല കാര്യമാണ്. അത് കുഞ്ഞുങ്ങളായിട്ടൊക്കെ പങ്കുവയ്ക്കണം. അപ്പോൾ അവർക്ക് നമ്മുടെ നാടിൻ്റെ കൾച്ചറിനെ കുറിച്ചും നമ്മെക്കുറിച്ചുമൊക്കെ അറിയാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതിൽ പല മാതാപിതാക്കന്മാരും അതിനെക്കുറിച്ച് സംസാരിപ്പിക്കാറില്ല, കുട്ടികളുമായി അങ്ങനൊരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാറില്ല. അത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. എപ്പോഴും നമുക്ക് നമ്മുടെ ഒരു കൾച്ചറുണ്ട്, നമ്മൾ വളർന്നു വന്ന നമ്മുടെ ഒരു സംസ്കാരമുണ്ട്. അതിനെ നമ്മൾ ഒരിക്കലും വില കുറച്ച് കാണരുത്. പലരും, എനിക്കറിയാം, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് റീസെറ്റിലായാൽ അവർ ഒരുപക്ഷെ വലിയ നിർധന കുടുംബത്തിൽ വന്ന് വലിയ ആൾക്കാരായവരായിരിക്കും. ചിലവർ സ്റ്റാൻഡേർഡ്, പക്ഷേ നിർധന കുടുംബത്തിൽ വരുന്നവരും അവരുടെ ഐഡൻറ്റിറ്റി അവർ കൊടുക്കാറില്ല. കാരണം അവർ വലിയ ജന്മികളായിരിക്കും, ലേറ്റർ സ്റ്റേജ് ജന്മികളായിരുന്നവരൊക്കെ ആയിരിക്കും. ജീവിത തുടക്കത്തിൽ ഒരുപാട് ദരിദ്രത്തിൽ ജീവിച്ചവരായിരിക്കാം, വിഷമിച്ചവരായിരിക്കും. ഒരു പ്രഭാതത്തിൽ അവർക്ക് എല്ലാ സൗകര്യവും ഉണ്ടാകുമ്പോൾ പഴയതിനെ മറക്കുന്ന ചില ആൾക്കാർ ഒത്തിരി പേരുണ്ട്.
പിന്നെ അവരറിയപ്പെടുന്ന നാട്ടിലറിയുന്ന പേരിലായിരിക്കില്ല, ആ പേരിലും മാറ്റങ്ങൾ വല്ല എന്തെങ്കിലും AK എന്നോ CK എന്നോ DK എന്നോ OK എന്നൊക്കെ പല പേരിലൊക്കെ ആയിരിക്കും ഒരു ഷോർട്ടിലൊക്കെ അറിയപ്പെടുക. കാരണം നമ്മളറിയുന്ന പലരും ഉണ്ട്, അവിടെ യഥാർത്ഥ പേര് അറിയിക്കാൻ ആരും ശ്രമിക്കാറില്ല, അവിടെ യഥാർത്ഥ സ്ഥലത്തിൻ്റെ പേര് പറയാറില്ല. ഇന്നും കേരളത്തിൽ അങ്ങനെയുള്ള ഒട്ടനവധി ആൾക്കാരുണ്ട്. അവരുടെ ഐഡൻറ്റിറ്റി തന്നെ മറച്ച് വെച്ച് അവരറിയപ്പെടുന്ന ഏത് ലെവലാണ് അവർ പബ്ലിക്കിൽ അറിയപ്പെടുന്നത് ആ പേരുകൾ മാത്രം പറഞ്ഞ് ജീവിക്കുന്നവരുമുണ്ട്. എനിവേ, ഞാൻ അതിലോട്ട് അത്ര കടക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. എനിക്കാകെ പറയാനുള്ളത്, നിങ്ങൾ ചെയ്യേണ്ടത്, ഓരോ ആൾക്കാരും ചെയ്യേണ്ടത്, റിട്ടയർഡ് ലൈഫിന് മുമ്പായി കുഞ്ഞുങ്ങളെയും ഭാര്യയൊക്കെ നാട്ടിൽ കൊണ്ടുവന്ന് സാധിച്ചാൽ ബന്ധുജനങ്ങളെ പരിചയപ്പെടുത്തുക, നാടിനെ പരിചയപ്പെടുത്തുക, നമ്മുടെ കൾച്ചർ എന്താണെന്ന് അറിയിക്കുക, നമ്മുടെ സുഹൃത്തുക്കളെ പരിചയപ്പെടുത്തുക. ഇല്ലെങ്കിൽ നാം തനിച്ച് വന്ന് നാം ഒരു ലോൺലെസ് ആയിപ്പോവും. പലരും ഒരു ബന്ധമില്ലാതെ ഒരു നാട്ടിൽ വന്നു കഴിഞ്ഞാൽ കൂടെ പഠിച്ചവരെക്കുറിച്ച് അറിയാൻ വേണ്ടി അപ്പോൾ ശ്രമിച്ചാൽ ഒരുപക്ഷേ ഈ അന്വേഷിച്ച് പോകുന്നവരിൽ പലരും ഈ ലോകത്തുണ്ടായിരിക്കില്ല, അവർ മരണപ്പെട്ടിരിക്കാം. ഈ ഒപ്പം പഠിച്ചവരിൽ തന്നെ പല പ്രശസ്തരായ ആൾക്കാരും ഉണ്ടായിരിക്കാം. അതൊക്കെ കൂടെ പഠിച്ചു വരുമ്പോൾ നമുക്ക് അതിലൊരു അഭിമാനം തോന്നും, അവരെ കാണാൻ ശ്രമിക്കുക. ഇങ്ങനെ നമ്മൾ ബന്ധങ്ങൾ എപ്പോഴും കണക്ടിവിറ്റി ചെയ്തുകൊണ്ടേയിരിക്കണം. ബന്ധങ്ങൾ ഒരിക്കലും നമ്മൾ കട്ട് ചെയ്യരുത്. അത് വളരെ പ്രധാനമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നാളെ നമ്മൾ മൺമറഞ്ഞു പോയാലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ പേരൻസിൻ്റെ റൂട്ട് എവിടെയാണ്, എന്തായിരുന്നു ഒക്കെ അവർക്കറിയണം. അതിനുള്ള എല്ലാ വിവരങ്ങളും കുഞ്ഞുങ്ങൾക്കും കൊടുത്തിരിക്കണം. കുഞ്ഞുങ്ങൾ വേറൊരു കൾച്ചർ, ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ അമേരിക്കയിൽ എവിടെയാണ്, അവരുടെ ആ സംസ്കാരവും അവരുടെ ജീവിതശൈലിയും അവരുടെ ഫ്രണ്ട്ഷിപ്പ് ടോട്ടലി വിഭിന്നമായിരിക്കും. എങ്കിൽ തന്നെയും ബീയിങ് എ പേരൻസ്, നമ്മൾ നമ്മുടെ കുട്ടികളോട് സമയം കിട്ടുമ്പോൾ നമ്മളെന്താണ്, നമ്മുടെ കൾച്ചർ എന്താണ്, നമ്മുടെ ഭാഷ എന്താണ്, നമ്മുടെ ആഹാരം എന്താണ്, ഇതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൽ. ഒരു പക്ഷേ അത് ശ്രദ്ധിക്കുന്ന കുട്ടികൾ കാണും. ഒരു പക്ഷേ ഇതിൽ ചില കുട്ടികൾ അവരുടെ പേരൻസിൻ്റെ ജന്മസ്ഥലത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം. അതുകൊണ്ട് എല്ലാ മാതാപിതാക്കളും, പുറത്ത് സെറ്റിലായിരിക്കുന്ന മാതാപിതാക്കളും നമ്മുടെ റൂട്ട്, നമ്മുടെ പരമ്പരയെക്കുറിച്ചുള്ള ഒരു വിവരങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരിക്കണം. എപ്പോഴും നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും വേണമെങ്കിൽ വല്ലപ്പോഴും നാട്ടിലെക്കുറിച്ച് ഒന്ന് തിരിഞ്ഞു നോക്കണം. അവിടെ പോകാൻ പറ്റിയ നിങ്ങളുടെ മനസ്സിനെ നാട്ടിലേക്കൊന്ന് ചലിപ്പിച്ച് അന്നത്തെ നാളുകൾ, പോയ നാളുകൾ, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ച് ഇത് കഴിച്ചാൽ നിങ്ങൾക്ക് വളരെ സന്തോഷമായിരിക്കും. യു ഫീൽ വെരി ഹാപ്പി. വളരെ വളരെ ഒരു പ്രസന്നതയുള്ള ഒരു ദിവസമായിട്ട് നമുക്ക് മാറും. അല്ലാതെ എപ്പോഴും ജോലിയും ഇതും ഒക്കെ ജീവിതം ഒരു മെക്കാനിക്കൽ ലൈഫായിട്ട് കാണരുത്. ഓക്കെ, ജീവിക്കുമ്പോൾ മെക്കാനിക്കൽ ലൈഫൊക്കെ ആണെങ്കിൽ തന്നെയും നമുക്കായി ഒരു 5, 10, 20 മിനിറ്റെങ്കിലും ഒന്ന് മാറ്റിവെക്കണം നമ്മുടെ സ്വകാര്യതയ്ക്ക് വേണ്ടി. അതിൽ കൂടി നമ്മളെല്ലാവരെയും ആൾക്കാരെയും കണ്ടെത്താൻ ശ്രമിക്കണം. അതിലവരെ ഫോൺ ചെയ്ത് കിട്ടണമെന്നും വേണ്ട, അവരെ കിട്ടിയില്ലെങ്കിലും വേണ്ട. പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്ന പലരുമുണ്ട്, പല അനുഭവങ്ങളുണ്ട്. അവരെക്കുറിച്ച് ചിന്തിക്കണം. ചിന്തിച്ചാൽ നമ്മൾ സന്തുഷ്ടരായിരിക്കും. കുട്ടികളും സന്തോഷം, അവരുടെ പേരൻസിനെ കുറിച്ച് കുഞ്ഞുങ്ങളും അറിയുമ്പോൾ ദേ വിൽ ആൾസോ ഫീൽ ഹാപ്പി. സോ സാധിച്ചാൽ എല്ലാ സുഹൃത്തുക്കളും, പുറത്തുള്ള ആൾക്കാർ, നാട്ടിൽ സെറ്റിൽ ചെയ്യാൻ സാധിക്കാത്തവർ ഒന്ന് ചിന്തിക്കുക. എപ്പോഴും നമ്മുടെ നാടിനെക്കുറിച്ച് ചിന്തിക്കുക, നമ്മുടെ ബന്ധുജനങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് ചിന്തിക്കുക, ഒക്കെ ചിന്തിക്കണം. അപ്പോൾ നല്ലൊരു സന്തോഷം നമ്മിൽ ഉണ്ടാകും, നമുക്കൊരു ഊർജമുണ്ടാകും. ഇത് നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഇതിൻ്റെ ഒരു ഹാബിറ്റ്സ് അവരിലേക്ക് വളർത്താൻ ശ്രമിക്കുക. എല്ലാവർക്കും ഓർമ്മകളുടെ ഒരു നല്ലൊരു ദിവസമായി കാണട്ടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്യണം. ഞാൻ GK തുമ്പക്കാരാണ്. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.